ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു മോം സീക്രറ്റ്സ്. ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് ചോക്ലേറ്റ് ഡോണറ്റ്സ് ആണ്. അതിന് വേണ്ട ഇൻഗ്രീഡിയൻസ് എന്തെല്ലാമെന്ന് നോക്കാം. മുട്ട 2 എണ്ണം, മൈദ 3 കപ്പ്, ഷുഗർ 3 ടീസ്പൂൺ, സാൾട്ട് 1 ടീസ്പൂൺ, ബട്ടർ 2 ടേബിൾ സ്പൂൺ, മിൽക്ക് 1/2 കപ്പ്, ഈസ്റ്റ് 2.5 ടീസ്പൂൺ, വാനില എസൻസ് 1 ടീസ്പൂൺ, 1/2 കപ്പ് ചോക്ലേറ്റ്, 2 ടീസ്പൂൺ പൊടിച്ച പഞ്ചസാര. ഇതാണ് ഒരു കപ്പ്. ഇതുപോലെ ഒരു കപ്പ് നിങ്ങളുടെ കയ്യിലില്ലെങ്കിൽ ഇതുപോലെ ഒരു ഐസ്ക്രീം ബൗൾ നിറയെ മൈദ എടുത്താൽ അതൊരു കപ്പായിരിക്കും. അതുപോലെ ടേബിൾ സ്പൂൺ ടീസ്പൂണൊക്കെ യൂസ് ചെയ്യാൻ കറക്റ്റ് അളവ് വീട്ടിലില്ലെങ്കിൽ ചെറിയ സ്പൂണും വലിയ സ്പൂണും ടീസ്പൂണായിട്ടും ടേബിൾ സ്പൂണായിട്ടും നമുക്ക് യൂസ് ചെയ്യാം. ഇനി നമുക്ക് ഉണ്ടാക്കാൻ തുടങ്ങാം. പാലിലേക്ക് ഈസ്റ്റും പഞ്ചസാരയും ചേർത്തിട്ട് മിക്സ് ചെയ്തിട്ട് ഒന്ന് കുറച്ച് നേരം പൊങ്ങാൻ വെക്കണം. വെള്ളം ചൂടുള്ള പാലാണ്. 2.5 ടീസ്പൂൺ ഈസ്റ്റ് ചേർത്തു. മൂന്ന് ടീസ്പൂൺ പഞ്ചസാര. നമ്മുടെ അളവ് എപ്പോഴും കറക്റ്റായിരുന്നാൽ പെർഫെക്ഷൻ ഉണ്ടാവും. ഇതൊന്ന് മിക്സ് ചെയ്തിട്ട് നമുക്ക് 5 മിനിറ്റ് മാറ്റി വെക്കാം. നമുക്ക് മാവ് റെഡിയാക്കാം. അതിനുവേണ്ടി നമ്മൾ എടുത്തു വെച്ച മൈദയിലേക്ക് 1 ടീസ്പൂൺ ഉപ്പ്, 2 ടേബിൾ സ്പൂൺ ബട്ടറും ചേർത്തിട്ട് മൈദ നന്നായി കുഴച്ചെടുക്കണം. ഉപ്പും ബട്ടറും മൈദയിൽ നന്നായി മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നടുവിൽ കുഴിയാക്കിയിട്ട് നമുക്കതിലേക്ക് മുട്ട പൊട്ടിച്ചൊഴിക്കാം. മുട്ട പൊട്ടിച്ചൊഴിച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ഈസ്റ്റ് ആക്റ്റീവായി വന്നത് അതിൽ മിക്സ് ചെയ്ത് മാവ് ചപ്പാത്തിക്ക് കുഴക്കുന്ന പോലെ കുഴച്ചെടുക്കാം. മുട്ട മൈദയിൽ നന്നായി മിക്സ് ചെയ്തു. ഇനി നമുക്ക് പാല്, ഈസ്റ്റ്, പഞ്ചസാര മിക്സ് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. 1/2 കപ്പ് പാല് ചേർത്ത് നമ്മൾ കുഴച്ചത്. എനിക്ക് കുറച്ചുകൂടെ പാൽ ആവശ്യം തോന്നിയുകൊണ്ട് ലേശം കൂടി ചേർക്കുന്നുണ്ട്. നിങ്ങൾ കുഴയ്ക്കുമ്പോൾ ആവശ്യത്തിന് നോക്കിയിട്ട് ഒഴിച്ചു കൊടുക്കണം. മാവ് നന്നായി കുഴച്ചെടുത്തിട്ടുണ്ട്. ഇനി 2 മണിക്കൂർ പൊങ്ങാൻ വേണ്ടി മാറ്റി വെക്കണം. ഈ ബൗളിൽ അല്പം ഓയിൽ ഒഴിച്ചു കൊടുക്കുക, ഒട്ടിപ്പിടിക്കാതിരിക്കാൻ. എന്നിട്ട് നമുക്ക് ഈ മാവ് ഇതിൽ വെച്ചിട്ട് ക്ലോത്ത് ചെയ്ത് വെക്കാം. ഒരു നനഞ്ഞ ക്ലോത്ത് കൊണ്ട് കവർ ചെയ്ത് വെക്കണം. 2 അവർ കഴിഞ്ഞിട്ട് നമുക്കിത് റെഡിയാക്കി എടുക്കാം. 2 മണിക്കൂർ കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്ക് മാവ് തുറന്ന് നോക്കാം. ഡബിൾ സൈസായി വന്നിട്ടുണ്ട്. അത് നന്നായി കുഴച്ചെടുക്കാം. ഇനി ഇത് നമുക്ക് പരത്തിയെടുക്കണം. ഇത്തിരി പൊടിയിട്ട് നമുക്ക് പരത്തിയെടുക്കാം. ഈ ഒരു കണക്ക് പരത്തിയെടുക്കണം. ഒരുപാട് നേർമാവുകയും ചെയ്യരുത്, ഒരുപാട് തിക്കാവുകയും ചെയ്യരുത്. ഈ ഒരു പാകത്തിൽ പരത്തിയെടുത്തിട്ട് ഡോണറ്റ് കട്ടർ യൂസ് ചെയ്തിട്ട് നമുക്ക് മുറിച്ചെടുക്കാം. അല്ലെങ്കിൽ ഒരു ഗ്ലാസ്സോ റൗണ്ട് ഷേപ്പുള്ള എന്തെങ്കിലും വെച്ചിട്ട് കട്ട് ചെയ്യുക. അങ്ങനെ ഒരു ഗ്ലാസ് വെച്ചിട്ടാണ് കട്ട് ചെയ്യുന്നത്. നോക്കാം. ഒരു ഭാഗം ചെറിയൊരു ഹോൾ കൂടി ഉണ്ടാക്കണം. ഈ ഒരു പാകത്തിലാണ് നമ്മൾ ഡോണറ്റ് ഉണ്ടാക്കിയെടുക്കേണ്ടത്. ഏകദേശം ഒരു 1/2 ഇഞ്ച് കനമുണ്ട്. ഇങ്ങനെ ഇത് മുഴുവനും നമുക്ക് ചെയ്തെടുക്കാം. ബാക്കിയുള്ളത് നമുക്ക് ബോളാക്കി വീണ്ടും പരത്തിയെടുക്കാം. മാവ് തീരുന്നവരെ നമുക്ക് ഇതുപോലെ മുഴുവനും പരത്തിയെടുത്ത് കട്ട് ചെയ്തെടുക്കാം. മുഴുവൻ ഡോണറ്റും ചെയ്തെടുത്തിട്ടുണ്ട്. ഒട്ടിപ്പിടിക്കാതിരിക്കാൻ ഞാൻ ഈ ട്രേയിൽ കുറച്ച് മൈദ വിതറിയിട്ടിട്ടുണ്ടായിരുന്നു. പിന്നെ നമുക്കൊരു 10 മിനിറ്റ് ഒരു നനഞ്ഞ ക്ലോത്ത് വെച്ച് ഇത് കവർ ചെയ്യാം. 10 മിനിറ്റ് കഴിഞ്ഞിട്ട് നമുക്കിത് ഓയിലിൽ പൊരിച്ചെടുക്കാം. എല്ലാം നന്നായി പൊങ്ങി വന്നിട്ടുണ്ട്. നനഞ്ഞ തുണി ഇട്ടത് കാരണം ഡ്രൈ ആയിട്ടില്ല. ഡ്രൈ ആവാതിരിക്കാൻ വേണ്ടിയിട്ടാണ് നനഞ്ഞ ക്ലോത്ത് ഇട്ട് വെക്കുന്നത്. ഇനി നമുക്കെല്ലാം പൊരിച്ചെടുക്കാം. ഗ്യാസ് ഓൺ ചെയ്തു. പാൻ ചൂടായി വന്നിട്ടുണ്ട്. ഇനി നമുക്കതിലേക്ക് ഓയിൽ ഒഴിച്ചു കൊടുക്കാം. എണ്ണ ചൂടായി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഫ്ലെയിം കുറച്ച് വെക്കാം.
നല്ല അധിക ചൂടിലിട്ട് കഴിഞ്ഞാൽ ഉള്ള നല്ല വെന്ത് കിട്ടില്ല. അതുകൊണ്ട് ഫ്ലെയിം ഒന്ന് കുറച്ച ശേഷം നമുക്കിത് ഇട്ട് കൊടുക്കാം. എല്ലാം നമുക്കൊന്ന് മറിച്ചിട്ട് കൊടുക്കാം. എല്ലാം നിറമാവുന്നവരെ നമുക്ക് ഫ്രൈ ചെയ്തെടുക്കാം. എല്ലാം നല്ല ഡബിൾ സൈസായി വരുന്നുണ്ട്. നല്ല സോഫ്റ്റ് ഡോണറ്റാണ്. റെഡിയായി വന്നിട്ടുണ്ട്. ഇത് നമുക്ക് കോരിയെടുക്കാം. ബാക്കിയുള്ളതുകൂടി നമുക്ക് പൊരിച്ചെടുക്കാം. മുഴുവനും പൊരിച്ചെടുത്തിട്ടുണ്ട്. ഇനി ചോക്ലേറ്റ് മെൽറ്റ് ചെയ്തെടുക്കാം. ഞാൻ ഓവൻ വെച്ചിട്ടാണ് മെൽറ്റ് ചെയ്യുന്നത്. നിങ്ങൾക്ക് വേണമെങ്കിൽ ഓവൻ യൂസ് ചെയ്യാം, അല്ലെങ്കിൽ ഡബിൾ ബോയിൽ മെത്തേഡിൽ ചെയ്യാം. ഒരു പാത്രത്തിൽ വെള്ളം എടുത്ത് തിളയ്ക്കുമ്പോൾ അതിൻ്റെ മുകളിൽ ബൗൾ ഇറക്കി വെച്ചാൽ മതി. എന്നിട്ട് നന്നായി മിക്സ് ചെയ്ത് കൊടുക്കാം. പെട്ടെന്ന് മെൽറ്റായി കിട്ടും. ഓവനിലാണെങ്കിൽ 20 സെക്കൻഡ് അല്ലെങ്കിൽ 30 സെക്കൻഡ് മതി. ഓവനിൽ വെച്ചിട്ട് എടുക്കാം. ചോക്ലേറ്റ് മെൽറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. ഞാൻ 20 സെക്കൻഡ് വെച്ചു. പിന്നെ മെൽറ്റായി വന്നിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ ഒരു 10 സെക്കൻഡ് പിന്നെയും വെച്ച് കൊടുത്തിരുന്നു. ഇപ്പോൾ മിക്സ് ആയി വന്നിട്ടുണ്ട്. നന്നായി മെൽറ്റായിട്ടുണ്ട്. ഇനി ഈ ചൂടിലേക്ക് നമുക്ക് ബട്ടർ ചേർത്ത് കൊടുക്കാം. ഈ ചൂടിൽ തന്നെ ബട്ടർ മെൽറ്റായിക്കോളും. നന്നായി മിക്സ് ചെയ്തെടുക്കാം. അതിലേക്ക് 2 ടീസ്പൂൺ പൊടിച്ച പഞ്ചസാര ചേർത്ത് കൊടുക്കണം. കുറച്ച് വാനില എസൻസ് ഒന്നുകൂടി മിക്സ് ചെയ്തെടുക്കാം. കട്ടിയായി വരുവാണെങ്കിൽ കുറച്ച് ചൂടുവെള്ളം ചേർത്ത് ഇളക്കിയെടുത്താൽ മതി. ഷുഗർ പൗഡർ ചേർത്ത് മിക്സ് ചെയ്യുമ്പോൾ കുറച്ച് തിക്കായി വരും. അപ്പോൾ നമുക്ക് കുറച്ച് ചൂടുവെള്ളം ചേർത്ത് കൊടുക്കാം. കുറേശ്ശെയായി ചേർത്താൽ മതി. പിന്നെ ആവശ്യമുണ്ടെങ്കിൽ വീണ്ടും ചേർത്ത് കൊടുക്കാം. കുറച്ചുകൂടെ ചേർക്കാം. റെഡി ആയിട്ടുണ്ട്. ഈ ഒരു പാകത്തിലാണ് വേണ്ടത്. ഇനി നമുക്ക് ചൂടാറിയ ഓരോ ഡോണറ്റ് ഇതിൽ ഡിപ്പ് ചെയ്തെടുക്കാം. ചോക്ലേറ്റ് മെൽറ്റ് ചെയ്യുമ്പോൾ നമ്മൾ 1-2 കാര്യങ്ങൾ ശ്രദ്ധിക്കണം. കയ്യിലോ പാത്രത്തിലോ വെള്ളമൊന്നും ഉണ്ടാകാൻ പാടില്ല. അപ്പോഴേ ഉള്ളൂ നന്നായി മെൽറ്റായി കിട്ടുക. പിന്നെ ചോക്ലേറ്റിൽ ഞാൻ 2 ടേബിൾ സ്പൂൺ ബട്ടർ ചേർത്തിട്ടുണ്ട്. അത് ഇൻഗ്രീഡിയൻസിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നില്ല. മൈദയിൽ ചേർക്കേണ്ട ബട്ടറിൻ്റെ അളവാണ് പറഞ്ഞ്. നല്ല ഗ്ലൈസിങ് കിട്ടാൻ വേണ്ടിയിട്ടാണ് ഇതിൽ ബട്ടർ നമ്മൾ ചേർക്കുന്നത്. ഓരോ ഡോണറ്റ് ഈ ചോക്ലേറ്റിൽ ഡിപ്പ് ചെയ്തെടുക്കാം. ഇങ്ങനെ ഓരോന്ന് നമുക്ക് ചെയ്തെടുക്കാം. ഇതുപോലെ മുഴുവൻ ഡോണറ്റ്സ് നമുക്ക് ചെയ്തെടുക്കാം. മുഴുവൻ ഡോണറ്റ്സും ചെയ്തെടുത്തിട്ടുണ്ട്. ഈ ഒരു ക്വാണ്ടിറ്റിയിൽ ഒരു 20 പീസ് കിട്ടിയിട്ടുണ്ട്. ഇത് നമുക്ക് സർവിംഗ് ഡിഷിലേക്ക് മാറ്റാം. നമ്മുടെ ഡോണറ്റ് റെഡിയായി വന്നിട്ടുണ്ട്. ബേക്കറിയിലൊക്കെ കിട്ടുന്ന അതേ സ്റ്റൈലിൽ നമുക്ക് വീട്ടിൽ ഇത് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. ചോക്ലേറ്റ് ആയതുകൊണ്ട് കുട്ടികൾക്കൊക്കെ ഒരുപാട് ഇഷ്ടപ്പെടുകയും ചെയ്യും. നല്ല ടേസ്റ്റിയുമാണ്. ഉള്ളിൽ നല്ല സോഫ്റ്റ് ആയിരിക്കും. നിങ്ങളെല്ലാവരും ഇത് ട്രൈ ചെയ്യണം. താങ്ക് യു.